ദേവേട്ട ഏതാ കോഫി? നല്ല തലവേദന, അതാ ഞാൻ കോഫിക്ക് പറഞ്ഞത്. അയ്യോ നോക്കട്ടെ, എന്ത് പറ്റി? നീ ഇങ്ങനെ ടെൻഷൻ ആകാൻ മാത്രം ഒന്നുമില്ല. അല്ല, പതിവില്ലാത്തതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ആ കോഫി ചൂടോടെ ഞാൻ കുടിക്ക്, എന്നാൽ അത് കുറയും. നീ വാ, ഇവിടെ ഇരിക്ക്. ഇരിക്കാനോ? ഇതെന്ത് പറ്റി? ഒന്നുമില്ലടി, മനസ്സിനൊരു സുഖമില്ലായ്മ, അതുകൊണ്ട് പറഞ്ഞതാ. എന്താ ദേവേട്ട, എന്ത് പ്രശ്നം? തലവേദനയാകുന്നു, മനസ്സിന് സുഖമില്ലായ്മ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു. പുതിയ ക്ലയന്റിന്റെ കാര്യം എന്തായി? ഒന്നും ശരിയായില്ലേ? അതൊക്കെ ശരിയായടി, 200 കോടിക്ക് ഗിരി അത് ഉറപ്പിച്ചിരുന്നു. ആണോ? പിന്നെ എന്താ പ്രശ്നം? അതല്ലടി, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്താ ദേവേട്ട? അതല്ലടി, കോടികൾ വിലമതിക്കുന്ന വീട്, കാറുകൾ, എണ്ണിയാൽ തീരാത്ത ബാങ്ക് ബാലൻസ്, ഇതൊക്കെ നമുക്കുണ്ടായിട്ടും ഇതൊക്കെ ഉപയോഗിക്കാനും ആസ്വദിക്കാനും ഒരു കുഞ്ഞിനെ നമുക്ക് ദൈവം തന്നില്ലല്ലോ. ദൈവം എല്ലാവർക്കും എല്ലാം ഒരുപോലെ കൊടുക്കില്ലല്ലോ. യമുനെ, നിനക്ക് വിഷമമായോ? ഞാൻ കൊണ്ടു നടക്കുന്നതിലും കാട്ടും മനസ്സിൽ നീ ഇതിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല ദേവേട്ട, ദേവേട്ടന് ഞാനും എനിക്ക് ദേവേട്ടനും ഉണ്ടല്ലോ. എടി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? എന്താ ദേവേട്ട ഇങ്ങനെ ആരോടൊക്കെയോ സംസാരിക്കുന്നത് പോലെ? ദേവേട്ടൻ എന്നോട് കാര്യം പറഞ്ഞ ഇങ്ങനെ അനുമതിയൊക്കെ വേണോ? എന്തുണ്ടെങ്കിലും പറ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ? അതൊക്കെ പിന്നെ. എന്താ വേണ്ടേ? വേണം. ഞാനിത് ദേവേട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ദേവേട്ടൻ എന്ത് തോന്നുമെന്ന് വിചാരിച്ച ഞാനൊന്നും അനങ്ങാതിരുന്നത്. നമുക്ക് സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതിപ്പോ എങ്ങനെയാ ദേവേട്ടൻ നമുക്ക് മനസ്സിലാവുക? ഞാൻ സിസ്റ്റർ ആൻമരിയയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഒന്ന് ചെന്ന് ഞാൻ നോക്കട്ടെ. ഞാനും വന്നാലോ? യമുനെ, നീ വരാൻ സമയമായില്ല. ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് നിനക്ക് വരാം. ശരി ദേവേട്ട, ദേവേട്ടൻ പോയി കണ്ടുപിടിക്ക്, എന്നിട്ട് ഞാൻ വന്ന് കാണാം. ആരിത്, ദേവനോ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ, ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യം. ദേവൻ പറഞ്ഞ കാര്യം ഞാൻ മദറിനോട് സംസാരിച്ചിരുന്നു. മദർ ഓക്കെ എന്ന് പറഞ്ഞു. ദേവൻ ഏത് പ്രായത്തിലുള്ള കുട്ടിയെ ഉദ്ദേശിക്കുന്നത്? ഞാനങ്ങനെ പ്രായമൊന്നും ഉദ്ദേശിക്കുന്നില്ല സിസ്റ്റർ. എനിക്ക് നല്ലൊരു കുട്ടിയെ വേണം, അത്രയേ ഉള്ളൂ. ഞാനെന്നാൽ വാർഡനെ വിളിച്ചിട്ട് പറയാം. സിസ്റ്റർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ ദേവ, പറഞ്ഞോളൂ. ഞാൻ കുറച്ചു സമയം ഇവിടെയുള്ള കുട്ടികളേക്ക് ഒന്ന് വീക്ഷിച്ചോട്ടെ? ഇവിടെയുള്ള കുട്ടികളുടെ സ്വഭാവമൊക്കെ എന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. ഓ, അതിനെന്താ കുഴപ്പം? അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ സിസ്റ്റർ, ഒരു കാര്യം, ഞാൻ ദത്തെടുക്കാൻ വന്ന ആളാണെന്ന് ഇവിടെയുള്ള കുട്ടികൾക്ക് തിരിയരുതേ. ഇല്ല ദേവ, ഇവിടെയുള്ള കുട്ടികൾക്കൊന്നും അതറിയില്ല. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയാൽ പിന്നെ അവരെ പൊന്നുപോലെ നോക്കണം. സിസ്റ്റർ, അതിനൊരു സംശയവും വേണ്ട, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നാ ദേവൻ അങ്ങോട്ട് ചെല്ല്. ഓക്കെ സിസ്റ്റർ. എന്താ നാടി നീ ഇങ്ങനെ കുരക്കുന്നത്? എനിക്ക് ഛർദിക്കാൻ വരുന്നു. നാശം പിടിച്ച സാധനം, ഇവിടെയൊന്നും ഛർദിച്ച് കുളമാക്കരുത്. ഇവിടെ നിന്നെങ്കിലും വലിയ കാര്യം ഓരോന്ന് വന്നുകൊള്ളും. ഈ റൂമിൽ കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ ഒന്ന് ചെന്ന് നോക്കാം. എനിക്ക് തീരെ വയ്യ, എനിക്ക് എന്തൊക്കെയോ ആവുന്നു. എനിക്ക് ഈ ഗുളിക കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊണ്ടു തരുമോ? നാശം പിടിച്ചത്, വെള്ളം കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഛർദിച്ച് കുളമാക്കും. ഇതാ വെള്ളം, ആ ഗുളിക അങ്ങ് കുടിക്ക്, എന്നാൽ ഛർദിയൊക്കെ മാറും. ആഹാ, ഈ കുട്ടി കൊള്ളാമല്ലോ, നല്ല സ്വഭാവം. മറ്റേ കുട്ടി കുറച്ച് വെള്ളത്തിന് ചോദിച്ച് എത്ര പെട്ടെന്നാണ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സ്നേഹമുള്ള കുട്ടിയെ എനിക്ക് വേണ്ടത്. ഇങ്ങനെ ആളുകളെ സ്നേഹിക്കുന്ന ഒരു ധൈര്യശാലിയായ കുട്ടിയെ എനിക്ക് ആവശ്യം. ഇവളെ ഞാൻ ഉറപ്പിച്ചു. നാശം പിടിച്ചത്, നീ വിചാരിക്കുന്നുണ്ടോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ വെള്ളം കൊണ്ടു തന്നതെന്ന്? എന്താ ഇത്, എനിക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ. ഇവിടെയൊക്കെ ഛർദിച്ച് വെച്ചാലേ അതിന്റെ സ്മെല്ല് കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അതാ ഞാൻ വെള്ളം കൊടുത്തത്. ആ ഗുളിക എടുത്ത് പെട്ടെന്ന് കുടിക്കാൻ നോക്ക്. ഈ റൂമിൽ നിന്നും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇവിടെ എങ്ങനെയുള്ള കുട്ടിയായിരിക്കും ഉണ്ടാവുക? അതും കൂടി ഒന്ന് നോക്കട്ടെ. എന്താ അമ്മിണിക്കുട്ടി ഇത് നോക്ക്, എന്നിട്ട് പറ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നാളെ എക്സാം അല്ലേ, ഇത് പറ എന്നിട്ട് മതി. ശരിയാ, പഠിച്ചു, പക്ഷെ ഒന്നും കൂടി പഠിച്ചാൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടില്ലേ? ചേച്ചിയുടെ അമ്മിണിക്കുട്ടിയല്ലേ, പറ. ആഹാ, ഇവളും കൊള്ളാമല്ലോ. ഇവൾ എത്ര നന്നായിട്ടാ ആ കുട്ടിയെ കെയർ ചെയ്യുന്നത്. എന്നാ പിന്നെ ഇവളെ എടുത്താലോ? അയ്യോ, ഞാൻ കൺഫ്യൂഷൻ ആയല്ലോ. ഇവരിൽ ആര് ഞാൻ ദത്തെടുക്കും? 2 പേരുടെ സ്വഭാവവും നല്ല സ്വഭാവം. ഇപ്പൊ എന്താ ചെയ്യുക? ശരിയാ, അങ്ങനെ ചെയ്താലെന്താ? 100 തലമുറക്ക് കിടന്ന് തിന്നാൻ മാത്രമുള്ള സ്വത്തുണ്ട്. പിന്നെ എന്താ എനിക്ക് 2 പേരെ ദത്തെടുക്കുന്നതിന്? എന്ന് ഇവരെ 2 പേരെയും എടുക്കാം. അതാ നല്ലത്. യമുനയോട് വിളിച്ചു ചോദിക്കാം.
ദേവിയുടെ എന്തായി പറയുന്നത്? ബുദ്ധിമുട്ടെന്നോ? ഇങ്ങനെയാണോ എന്നെ കണക്കാക്കിയത്? ദേവിയുടെ 2 പേരെയല്ല 2000 പേരെ കൊണ്ടുവന്നാലും ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. എനിക്ക് എന്റെ മക്കളെ കാണാൻ കൊതിയാവുന്നു. അവരെയും കൂട്ടി ഒന്ന് പെട്ടെന്ന് വാ. ശരിയടി, എന്നാ വെച്ചോ, ഞാൻ അവരെയും കൂട്ടി അങ്ങ് വരാം. അമ്മിണിക്കുട്ടി, ചേച്ചി പോയിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയല്ലേ, ചേച്ചിക്ക് എല്ലാ ദിവസവും വന്ന് അമ്മിണിക്കുട്ടിയെ കാണാലോ. പോകുന്ന സ്ഥലം ധാരാളം സ്വത്തൊക്കെയുള്ള വീടായിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്കൊന്ന് അടിച്ച് പൊളിക്കാൻ. നാശം പിടിച്ചത് ഈ സോഫിയും കൂടി എന്റെ കൂടെ വരുന്നല്ലേ. ഇവിടെ എന്താ ഇപ്പൊ ചെയ്യുക? സ്വത്തൊക്കെ ഇവൾക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതം ഒന്നുമല്ലാതെയാകും. എടി ഷെർലി, അമ്മിണിക്കുട്ടി ശ്രദ്ധിക്കണേ. എന്താടി ഇത്? നീ ധൈര്യത്തിൽ പോയി വാ. നിനക്ക് പുതിയ അച്ഛനും അമ്മയൊക്കെ കിട്ടിയില്ലേ? ആടി, അതാ എന്റെ സന്തോഷം. ഇനി ഞാൻ അനാഥയല്ലല്ലോ, എനിക്കിനി പുതിയ അച്ഛനും അമ്മയും ഇല്ലേ. എന്നാ സമയം കളയണ്ട, 2 പേരും ചെല്ലി. ഗ്ലോറി, പോകാം. എന്നാ വാ.